നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 5 പേർ മരിച്ചു. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടലുണ്ടായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ ആദം ഐമൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. തോടിന്റെ കരയിലൂടെ നടക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണതാകാമെന്നാണ് കരുതുന്നത്. ഇടുക്കി കുടയത്തൂർ അടൂർമലയിൽ വീട്ടമ്മ മരിച്ചു. കുടയത്തൂർ 7-ാം വാർഡിൽ രവിനാരായണന്റെ ഭാര്യ സുമതിയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2ഓടെയാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. അപകടത്തിൽപ്പെട്ട് ഇവരുടെ മകൻ രതീഷിനെ പരിക്കുകളോടെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ബന്ധുവായ വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് അമ്മയും മകനും ദാരുണാന്ത്യം സംഭവിച്ചു. മണക്കാട്ട് ജോണിയുടെ ഭാര്യ റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. പമ്പ, മണിമല, മീനച്ചിൽ നദികൾ കരകവിഞ്ഞു. റാന്നി ടൗൺ വെള്ളത്തിൽ മുങ്ങി. സംസ്ഥാനത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ NDRF, പോലീസ് ഉൾപ്പെടെ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഇന്നത്തെ HDC ആൻഡ് BM പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്നത്തെ PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി കുന്നംകുളം CCTV MPLS സേവന പ്രഖ്യാപനവും തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വാസത്തിന്റെ കരുത്തും സേവന മികവിന്റെ പാരമ്പര്യവും കൈമുതലാക്കി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ ആശയവിനിമയ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മുന്നേറുന്ന CCTV മറ്റൊരു ചരിത്ര നേട്ടത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. അതിവേഗവും വിശ്വസനീയവുമായ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കരുത്തേകുന്ന MPLS സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയ കേരളത്തിലെ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന അഭിമാന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2026 ആഗസ്റ്റ് 3-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കും. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ CCTVയുടെ ടെക്നിക്കലായിട്ടുള്ള വലിയൊരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോഡ്ബാൻഡാണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധനം ബ്രോഡ്ബാൻഡാണ്. അതിൽ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അധികവും മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷനിൽ പെട്ട ഒരു അപ്ഗ്രേഡേഷനാണ്. നല്ല ചിലവുള്ള ഒരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ CCTV ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ടെക്നോളജി നടപ്പിലാക്കിയത്. ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ ചരിത്രപ്രധാനമായ ചടങ്ങിൽ CCTV MPLS സേവന പ്രഖ്യാപനം, തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനം, 1,00,000-ലധികം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം എന്നിവയും നടക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരളവിഷൻ MD T ജയപ്രകാശും നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങൾ, വിവിധ ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിക്കും. CCTV ഡയറക്ടർ NV അബ്ദുസമദ് സ്വാഗതവും ചെയർമാൻ KR അനന്തരാമൻ നന്ദിയും പറയും. ചടങ്ങ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ PD സേവിയർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ 1000 കണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. പുലർച്ചെ 5:30യോടെയാണ് സംഭവം. അയൽവാസി തൂമാട്ട് അമ്മിണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മുറിഞ്ഞ് ഷിബുവിന്റെ വീടിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ അമ്മിണിയുടെ സ്ലാബ് മതിലും തകർന്നു.
തെങ്ങ് വീണ് തകർന്ന ഓടുകളും തേങ്ങകളും വീടിനുള്ളിലേക്ക് പതിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തമൊഴിവായി. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പഴഞ്ഞിയിൽ മരം വീണ് വീട് തകർന്നു. CCTVയുടെ പഴഞ്ഞി മൗര്യ കേബിൾ വിഷൻ ജീവനക്കാരൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന കരിപ്പാലപ്പറമ്പിൽ വീട്ടിൽ KK മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും വീടിന് പിൻവശം നിന്നിരുന്ന വലിയ മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ ചുമരുകളും ഓടുകളും മറ്റും തകർന്നു. വീടിനുള്ള ഗൃഹോപകരണങ്ങൾക്കും നാശം സംഭവിച്ചു. വീടിനകത്ത് മണികണ്ഠന്റെ കുടുംബം ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉച്ചയോടെ മരം മുറിച്ചു മാറ്റി. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ, വാർഡ് മെമ്പർ സ്വീറ്റി ഷാജി, വില്ലേജ് ഓഫീസർ ലൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എളവള്ളി പഞ്ചായത്തിലെ മമ്മായി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയത്. എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന അച്യുതൻ മേനോൻ റോഡ്, എളവള്ളി ക്രിസ്ത്യൻ പള്ളി പരിസരം, സെമിത്തേരി റോഡ്, മമ്മായി മില്ല് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധുവീടുകളിലേക്ക് മാറി. 2018ലും 2019ലും ഉണ്ടായ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പ്രദേശമാണ് അച്യുതമേനോൻ റോഡും സമീപ പ്രദേശങ്ങളും. എന്നാൽ മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എളവള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളം കയറി, ഉമ്മർത്തിട്ട് കയറി, ബാക്കിൽ പിന്നെ ഫ്രണ്ട് ചവിട്ടൽപ്പടി മുങ്ങിയിട്ടുണ്ട്. ആനണിച്ചിന് ശരിക്കും വെള്ളം പോകണില്ല. കോളുകളെ കുറേ അറിഞ്ഞു കിടക്കുന്നുണ്ട്. വയ്യാത്ത ആൾക്കാരുള്ള വീടാണ്, ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് ഉള്ളത്. ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ. വലിയ പ്രളയത്തിൽ പോലും ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ശക്തമായ മഴയിൽ ഗുരുവായൂർ ചാവക്കാട് റോഡിൽ വെള്ളക്കെട്ട്. ആക്സിസ് ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും മുന്നിലുള്ള റോഡാണ് വെള്ളത്തിലായത്. ഇതോടെ വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. കനത്ത മഴയെ തുടർന്ന് ചങ്ങരംകുളം ടൗൺ സെന്ററിൽ മതിൽ തകർന്നു വീണു. വൻ ദുരന്തമൊഴിവായി. ചങ്ങരംകുളം തൃശൂർ റോഡിൽ കുന്നുംകുളം ബസ് സ്റ്റോപ്പിന് സമീപം KVM അടയ്ക്ക കമ്പനിയുടെ കൂറ്റൻ മതിലാണ് രാവിലെ 11ഓടെ ഇടിഞ്ഞു വീണത്. മതിൽ തകർന്നു വീണതോടെ സമീപത്തെ ഒരു കടയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകരുകയും ചെയ്തു. അപകട സമയത്ത് ബസ് സ്റ്റോപ്പിലോ സമീപ പ്രദേശത്തോ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. കനത്ത മഴയിൽ പഴക്കമേറിയ കെട്ടിടങ്ങളും മതിലുകളും അപകട ഭീഷണിയിലായതിനാൽ അടിയന്തര പരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടകമ്പാൽ ചിറയൻകാട് വെളിയത്ത് റോഡിൽ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് കമ്പിയിൽ വീണ് പോസ്റ്റ് തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. വാർഡ് മെമ്പർ TS മണികണ്ഠന്റെ നേതൃത്വത്തിൽ KSEB തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. തെങ്ങ് മുറിച്ചുമാറ്റി. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. തെരുവുനായയുടെ കടിയേറ്റവരോട് കൈമലർത്തരുതെന്നും കോടതി. തെരുവുനായ ശല്യത്തിനെതിരെ പരാതി കിട്ടിയില്ലെന്ന കാരണത്താൽ ഉത്തരവാദിത്വം ഒഴിവാകില്ല. ഫണ്ടില്ല എന്നത് ന്യായീകരണമല്ലെന്നും കോടതി വ്യക്തമാക്കി. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റയാൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തളിപ്പറമ്പ് മുൻസിഫ് കോടതിയും പയ്യന്നൂർ സബ് കോടതിയും വിധിച്ചതിനെതിരെ കണ്ണൂർ ഏരുവേശി പഞ്ചായത്ത് നൽകിയ അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് സതീഷ് നൈനാൻ, ജസ്റ്റിസ് P. കൃഷ്ണകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. നായശല്യത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിച്ചെന്ന് ബോധ്യപ്പെടുത്താൻ പഞ്ചായത്തിനായില്ല. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതിൽ വീഴ്ച വന്നാൽ മറുപടി പറയണം. പൊതുനിരത്തുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പുന്നയൂർ അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് പരിക്കേറ്റു.
മന്നലാംകുന്ന് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള പിന്റുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കുപറ്റിയ സൈക്കിൾ യാത്രികനെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം 129 ബൂത്ത് പ്രസിഡന്റായിരുന്ന പൊന്നൻ ഔഷാദിന്റെ 7ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CA ഗോപപ്രതാപൻ, MV ഹൈദരാലി, KD വീരമണി, KP ഉമ്മർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല മുല്ലത്തറ സെന്ററിൽ നിന്ന് അനുസ്മരണ റാലിക്ക് മണ്ഡലം പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, KJ ചാക്കോ, K നവാസ്, CS സൂരജ്, ഇർഷാദ് ചേറ്റുവ, നൌഷാദ് തെക്കുംപുറം, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ദിവസവും കുർബാനയും സന്ധ്യാ നമസ്കാരം, വചന ശുശ്രൂഷ എന്നിവ പള്ളിയിൽ നടക്കും. 1ാം ദിവസമായ ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അപ്രൈം റംബാൻ ചെങ്ങന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സജു, ഫാദർ അജിൻ ജോർജ് എന്നിവർ സഹകാർമ്മികരായി. കടങ്ങോട് കറുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ എന്നിവയും നടന്നു. ഈക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി അനന്തനാരായണൻ കാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, സെക്രട്ടറി M സുരേഷ്, ട്രഷറർ PB പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്നു വന്നിരുന്ന കിസാൻ ഗോസ്തി 2026 സമാപിച്ചു. ജൂലൈ 30-31 തീയതികളിലായി കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് 2 ദിവസത്തെ കാർഷിക മേള നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ MV പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥിയായി. ആത്മ കർഷക ഉപദേശക സമിതി ചെയർമാൻ M ബാലാജി ചടങ്ങിൽ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, ബിന്ദു ധർമ്മൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വിവിധ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കൃഷിഭവൻ ഓഫീസർ സ്വേഗ ആന്റണി സ്വാഗതവും ഡോക്ടർ ജസ്ന മരിയ നന്ദിയും പറഞ്ഞു. മേളയുടെ ഭാഗമായി കാർഷിക പ്രദർശനം, ഭക്ഷ്യമേള, സൗജന്യ മണ്ണു പരിശോധനാ ക്യാമ്പ്, കാർഷിക ക്ലിനിക്, കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സംവാദം എന്നിവയും നടന്നു. നെൽകൃഷിയിലെ സംയോജിത കീടരോഗ നിയന്ത്രണം, വളപ്രയോഗവും കളനിയന്ത്രണവും, മുണ്ടകൻ നെൽപ്പാടങ്ങളിലെ പയർവർഗ കൃഷിരീതികൾ, ആധുനിക സാങ്കേതികവിദ്യയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കാർഷിക വിദഗ്ധർ നയിച്ച വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. സമാപന ദിവസമായ വെള്ളിയാഴ്ച കലാവിരുന്നോടെയാണ് 2 ദിവസത്തെ കിസാൻ ഗോസ്തിക്ക് സമാപനമായത്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹോക്കി ടീം അംഗമായ രോഹിത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പോകുന്ന 16-അംഗ സ്കൂൾ ഹോക്കി ടീമിന് പുതിയ ജേഴ്സി ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുതിയ ജേഴ്സി അനുവദിച്ചത്. കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പുതിയ ജേഴ്സി അണിഞ്ഞ് പങ്കെടുക്കും. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേഴ്സി വിളിച്ചു ചേർത്ത പ്രത്യേക സ്കൂൾ അസംബ്ലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ കുട്ടികൾക്ക് ജേഴ്സി കൈമാറി. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. ടെക്നോസിസ് ചെയർമാൻ VM പ്രമോഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണമൂർത്തി, കായികാധ്യാപകൻ സുജേഷ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ വീട്ടുമുറ്റത്തു നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി 10ഓടെ കാലിവളപ്പിൽ ആമിനയുടെ വീട്ടുമുറ്റത്താണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്.
8 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുകയായിരുന്നു. നാട്ടുകാരനായ സുബൈർ എരുമപ്പെട്ടിയും സ്നേക്ക് ക്യാച്ചർ അഷ്റഫ് പഴവൂരും ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടി പിന്നീട് വനത്തിൽ വിട്ടു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC അധ്യക്ഷനായ യോഗത്തിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനില C. തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാംദാസ് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജിനിഷ ജോൺ, സ്കൂൾ ലീഡർ അക്വീന ലിയാഷ കൊള്ളന്നൂർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ അലൻകൃഷ്ണ PV തുടങ്ങിയവർ സംസാരിച്ചു. 6 വേദികളിലായി 2 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. കേച്ചേരി പട്ടിക്കര കൊള്ളന്നൂർ ഔസേബ് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. എലിസബത്ത് ഭാര്യയും ഷീജ, ഷീന, ഷാജു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.